എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് ചെറിയ രീതിയിൽ പുട്ടും പഴമൊക്കെ ആക്കിയതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ കറികൾ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നെനിക്ക് എന്ത് തന്നെ ആയാലും വീടിനകത്തുള്ള ഡെക്കറേഷൻസ് ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞാൻ പാചകങ്ങളൊക്കെ പെട്ടെന്ന് രാവിലെ ചെയ്യാൻ ഇരുന്ന്. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ പീസ് ഫ്രിഡ്ജിലിരിക്കുന്നത് കുറച്ചധികം ദിവസമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കേടാകാൻ തുടങ്ങിയിട്ടുണ്ട്. കുമ്പളങ്ങയൊക്കെ കേടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സാമ്പാറിൻ്റെ പീസ് ആദ്യം കട്ട് ചെയ്തെടുത്ത് അവിയലും സാമ്പാറും പപ്പടവും അങ്ങനെ 2 കറികൾ ആക്കാമെന്ന് വിചാരിച്ചേട്ടാ. പിന്നെ ഞാൻ ഇന്നിപ്പോൾ ഒരു കേക്ക് കൂടിയിട്ട് ഞാൻ ഉണ്ടാക്കണം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ നമ്മൾ ഏറ്റവും അവസാനം ഇട്ട വീഡിയോയിൽ 2 കേക്ക് ഉണ്ടാക്കണത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു കേക്ക് കൂടിയിട്ട് ഉണ്ടാക്കണം. അതിന് ശേഷം പിന്നെ ഒരു 20-ആം തീയതിയോടുകൂടി അടുത്ത കേക്കുകൾ ഉണ്ടാക്കിയാൽ മതി. അതുവരെയും റമ്മിൽ നമ്മളുടെ ഫ്രൂട്ട്സ് സോക്കായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വേഗം കറികളുടെ കാര്യം അവിടെ ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് പിന്നെ ഈ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാൻ നിന്നത്. കാരണം നമ്മുടെ സ്റ്റൗ ഒഴിഞ്ഞ് കിട്ടണമല്ലോ. അങ്ങനെ ഏതായാലും കേക്ക് ബാറ്ററിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസും പിന്നെ നമ്മുടെ നട്ട്സും റേസിൻസും എല്ലാം കുതിർത്തതും കുതിർക്കാത്ത നമ്മളപ്പം മാത്രം ചേർക്കുന്നത് എല്ലാം കൂടിയൊക്കെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് കോട്ട് ചെയ്തിട്ടൊക്കെ വെച്ച് മൈദ കോട്ട് ചെയ്ത് പിന്നെ മൈദ കരിച്ച് അതൊക്കെ എടുത്തു വെച്ച്. അപ്പോൾ റോജർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ റോജറിനെ ഒരു സ്മൂത്തി ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരു നല്ല പഴുത്ത പഴം ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഏത്തപ്പഴം പഴുത്ത് നല്ലതായിട്ട് നിൽക്കണമെങ്കിൽ സ്മൂത്തി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഏത്തപ്പഴവും ഓട്സും പാലും ബൂസ്റ്റും ഒക്കെ ഇട്ടിട്ട് ഒരു സ്മൂത്തി ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഈ ഒരു എഗ്ഗ് ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റയനെ തന്നെ വിളിച്ചത്. അതിൽ റയന് ഇഷ്ടമാണ് ബീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് 3 എഗ്ഗ് 3 എഗ്ഗിൻ്റെ വൈറ്റും അത് ബീറ്റ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് പഞ്ചസാര പൊടിക്കുമ്പോൾ പട്ട, കറിയാമ്പൂ, ഏലക്കായ, ജാതിക്കായ അത് കുറച്ച് ചേർത്തിട്ടാണ് നമ്മൾ പഞ്ചസാര പൊടിക്കണത്. അപ്പോൾ ആദ്യം കുറച്ച് സാധാരണ പഞ്ചസാര ചേർത്തിട്ട് നമ്മളിങ്ങനെ ഏലക്കായ പൊടിച്ച് വെക്കൂലേ എന്ന് പറഞ്ഞ പോലെ എല്ലാം കൂടി ഒന്ന് പൊടിച്ച് ഇങ്ങനെ വെച്ച് എന്നിട്ടാണ് പിന്നെ ബ്രൗൺ ഷുഗർ ചേർത്തിട്ട് പൊടിച്ചെടുത്തത് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഇത്തിരി കടിക്കും, മസാല എല്ലാം നന്നായിട്ടൊന്നും അങ്ങോട്ട് ആയി വരില്ല, പൊടിഞ്ഞു വരില്ല. അപ്പോൾ നമ്മൾ എഗ്ഗ് വൈറ്റും പിന്നെ പഞ്ചസാര കുറച്ച് പൊടിച്ചതിൻ്റെ കുറച്ച് ഭാഗം കൂടി ചേർത്തിട്ട് അവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എഗ്ഗ് യോക്ക് ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ട് എസെൻസുകൾ ഇപ്പം എൻ്റെ കയ്യിൽ ഞാൻ റം എസെൻസും റിച്ച് പ്ലം എസെൻസും വാനില എസെൻസും ഉള്ളതുകൊണ്ട് അത് 3ഉം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ വാനില എസെൻസ് മാത്രം മതി. പിന്നെ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കേക്കിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതലൊന്നും കാണിച്ചില്ല. കാരണം ഇനിയിപ്പോൾ ഡെക്കറേഷൻ ചെയ്യാനുള്ള ആ ഒരു തിരക്കിൽ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടാകുന്നില്ല. അങ്ങനെ ഇതൊരു കിലോ കറക്റ്റ് 1 കിലോയിൽ കൂടുതലുണ്ട് കേക്ക് കേട്ടോ. അതിന് 1.5 കപ്പ് മൈദയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ 1 കിലോയ്ക്ക് മുകളിലുള്ളൊരു കേക്ക് കിട്ടും. അപ്പോൾ തലേ ദിവസം ചിക്കൻ ഫ്രൈയുടെ ഒരു 2 എണ്ണം അൽഫാം ചിക്കൻ എന്ന് പറഞ്ഞിട്ടൊരു മിക്സ് വെച്ചിട്ട് ചെയ്തത്. അതിൻ്റെ 2 ലെഗ് പീസ് ഉണ്ടായിരുന്നു. അതും ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത്. പിള്ളേർക്ക് വെജിറ്റബിൾസ് മാത്രമാകുമ്പോൾ അവർക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ പപ്പടം വറുത്ത് സാമ്പാറും അവിയലൊക്കെ ആയിട്ട് നമ്മൾ ഊണൊക്കെ കഴിച്ചിട്ടാണ്. ഊണ് കഴിച്ചതിന് ശേഷമാണ് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി നിന്നത്. അപ്പോൾ ഈ ഒരു ട്രീ വെക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. എല്ലാം ടാസ്ക് തന്നെയാണ് കേട്ടോ. ട്രീ വെച്ച് കഴിഞ്ഞാൽ ഇനി ക്രിബ് വെക്കണം. അപ്പോൾ ക്രിബ് ഇത്തവണ പുതിയത് മേടിച്ചിട്ട് വെക്കാമെന്ന് പറഞ്ഞ് ഇരുന്നെങ്കിലും നമുക്ക് ഇത് തിരക്കായിപ്പോയി. ഒന്നാമത് നമുക്ക് പള്ളിയിൽ ഒരുപാട് തവണ പോകേണ്ടതുണ്ട്. പള്ളിയിലെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ക്രിസ്മസിനോട് ബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ചെയ്യണം. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരുപാട് നേരം പോകുന്നുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള കുറേ തിരക്കുകളുള്ള ഒരു മാസമാണ്. ഇപ്പോൾ ഞാൻ ഇത്തവണ സെക്രട്ടറി ആയതുകൊണ്ട് തന്നെയും നമുക്ക് ഒത്തിരി ജോലികൾ നമുക്ക് തരും, അല്ലെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ നേരത്തെയും സെക്രട്ടറി ആയിട്ട് 4 വർഷത്തോളം ഞാൻ നിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ പോസ്റ്റുകളിൽ നിന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും സെക്രട്ടറിയിലേക്ക് വന്നേക്കണം. അപ്പോൾ അങ്ങനെ കുറേ തിരക്കുകളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട് പള്ളിയിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ, യൂണിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. പക്ഷേ ഈ നടുവശം എന്താണ് കുഴിഞ്ഞു പോകണമെന്ന് എനിക്കറിയില്ല. ബേക്കായി എടുക്കുമ്പോഴേക്കും കുഴപ്പമില്ല, എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. കുറച്ച് നേരം വെച്ച് തണുക്കുമ്പോൾ നടുവശത്ത് ചെറിയൊരു കുഴിവ്. ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുത്ത് ഈ കേക്ക് വെന്ത് വരാനായിട്ട്. കാരണം 1 കിലോയ്ക്ക് മുകളിലുള്ള കേക്കായതുകൊണ്ട് നമുക്ക് ടൈം എടുക്കും വെന്ത് വരാനായിട്ട്. അപ്പോൾ അങ്ങനെ കേക്കിന് നമുക്ക് റമ്മെല്ലാം പുരട്ടിയിട്ട് തണുത്തതിന് ശേഷം കേട്ടോ റമ്മെല്ലാം പുരട്ടിയിട്ട് പൊതിഞ്ഞ് മാറ്റി വെക്കണം. അവ കൊടുക്കേണ്ട സമയത്ത് 1-2 ദിവസം 2-3 ദിവസം മുൻപാണെങ്കിൽ അത്രയും നല്ലത്. ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇരുന്നിട്ട് കഴിക്കുമ്പോഴാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു 20-ാം തീയതിയോട് കൂടി ഇനി ഇവിടെ കേക്ക് ഉണ്ടാക്കിയിട്ട് ക്രിസ്മസിന് ജനുവരിക്കുമല്ല, 1 മാസത്തിൽ കൂടുതലൊക്കെ കേക്ക് പുറത്ത് തന്നെ ഇരിക്കും. കാരണം റമ്മ് നല്ലൊരു പ്രിസർവേറ്റീവാണ്, പൂപ്പൽ വരാതിരിക്കാനും ഒക്കെ ആയിട്ട് റമ്മ് നല്ലതാണ്. അപ്പോൾ ഈ കേക്കിൻ്റെ പുറത്തൊക്കെ നമ്മൾ ഇത്തിരി റമ്മിങ്ങനെ ബ്രഷ് ചെയ്തിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ കേക്ക് പുറത്ത് തന്നെ നമുക്ക് കുറേയധികം നാൾ വെക്കാനായിട്ട് സാധിക്കും. ഇരിക്കും തോറും നല്ല ടേസ്റ്റുമാണ്. അങ്ങനത്തെ നമ്മൾ ആദ്യം തന്നെ ട്രീ സെറ്റ് ചെയ്ത്. അപ്പോൾ ഇത്തവണ നമ്മളൊരു ട്രെയിൻ മേടിച്ചിട്ടുണ്ടാകുന്നല്ല. അപ്പോൾ ഒരു കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ല ട്രെയിൻ ഓടുന്നതൊക്കെ. അപ്പോൾ ഈ ട്രെയിനിന് താഴെ നമ്മുടെ ഈ ട്രീയുടെ നിലത്ത് ഫ്ലോറിൽ ചുറ്റും ഓടിക്കാൻ പറ്റില്ലേ എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓടിക്കുന്ന ട്രെയിൻ എന്ന് പറയുന്നത് കുട്ടികൾ കളിക്കുന്ന ട്രെയിൻ അതുപോലെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അങ്ങനെ ഓടിക്കുന്ന ട്രെയിൻ. പക്ഷേ ഇത് ട്രീമേൽ സെറ്റ് ചെയ്യുന്ന ഒരു ട്രെയിനാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇത് താഴ്ത്തി വെച്ച് ഓടിക്കാൻ, കാരണം താഴ്ത്തി വെച്ച് ഓടിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ ഇങ്ങനെ റൗണ്ടിൽ സെറ്റ് ചെയ്തിട്ട് ഈ ട്രീയുടെ ചുറ്റും ഇങ്ങനെ താഴെ കിടന്ന് ഓടുന്ന രീതിയിലാക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ട്രീമേൽ കിടന്ന് ഓടുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ട്രീയുടെ ഒരു പ്രത്യേകത. കാരണം താഴെ കിടന്ന് ഓടുന്ന ട്രെയിനുകൾ നമ്മൾ ഒരുപാട് കാണുന്നതാണ്. കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഇവിടെ പണ്ടേ നമ്മളിങ്ങനെ കുട്ടികൾക്കൊക്കെ വേണ്ടി മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് വളരെ വ്യത്യസ്തമായൊരു ട്രെയിനിൻ്റെ ഒരു സെറ്റപ്പാണ്. അത് ട്രീമേൽ ഫിക്സ് ചെയ്യാനുള്ള ഒരുപാട് ലെഗുകളൊക്കെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ടൊക്കെയാണ് നമ്മളിത് ട്രീയിൽ ഫിറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ മേടിച്ചത് ഒരു 3000 രൂപക്കാണ്. ഇനി ഇതിൻ്റെ കുറഞ്ഞ ട്രെയിൻ ഈ മോഡൽ കുറഞ്ഞതും കിട്ടും. പക്ഷേ അത് എത്ര നാളെ നിലനിൽക്കുമെന്ന് പറയാൻ സാധിക്കില്ല, അത്രയുള്ളൊരു വ്യത്യാസം. അപ്പോൾ ഇതിൻ്റെ കുറഞ്ഞ ട്രെയിനുകളും കുറഞ്ഞ ഈ മോഡലുകളും കിട്ടുന്നുണ്ട് കേട്ടോ. ഇത്തവണത്തെ ഒരു ട്രെൻഡിങ് ആയി വന്നേക്കുന്ന ഒരു സംഭവമാണ് ഈ ട്രെയിൻ. കഴിഞ്ഞ തവണയൊന്നും നമ്മളിത് കണ്ടിട്ടില്ല. ഇത്തവണ പ്രത്യേകമായി ഓരോ ഇയറിലും ഓരോ കാര്യങ്ങൾ വരെ ഇങ്ങനെ നമുക്ക് പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കണമല്ല. ക്രിസ്മസിനെ കണ്ടത് തന്നെ മാത്രമല്ലല്ലോ. അപ്പോൾ പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കൂട്ടത്തിൽ വന്നേക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ട്രെയിന്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാനങ്ങനെ വാങ്ങിച്ചിടണം. ആദ്യം നമ്മൾ ട്രെയിനിൻ്റെ ഇത്തിരി കൂടി മുകളിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഷെയ്ക്കായിട്ട് ട്രെയിൻ താഴെ വീഴും എന്ന് തോന്നുന്ന രീതിക്ക് ഭയങ്കരമായിട്ട് ചരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഇങ്ങനെ ആ ഒരു റെയിൽ ഇങ്ങനെ ചരിഞ്ഞും മറിഞ്ഞും കൊടുക്കണ ഇതിൽ ട്രെയിൻ താഴേക്ക് വീണ് പോകുന്ന പോലെ നമുക്ക് തോന്നി. അപ്പോൾ ആ മുകളിലത്തെ ഗ്യാപ്പിലാണ് ആദ്യം വെച്ചിരുന്നത്. പിന്നെ അത് താഴേക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായി. അപ്പോൾ അങ്ങനെ ഓരോരോ സാധനങ്ങൾ തുറന്ന് നോക്കണം കേട്ടോ. അപ്പോൾ പെട്ടിമേൽ നമ്മൾ ഓരോ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യം നമ്മളിതിനെ അടച്ചു വെക്കുമ്പോഴും അതിന്മേൽ എന്ത് സാധനമാണ് പെട്ടിക്കകത്തുള്ളതെന്നുള്ളത് ഈ പെട്ടിയുടെ പുറമേ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നേ ആവശ്യമുള്ളത് തുറന്നൊക്കെ നോക്കണേ കേട്ടോ. അപ്പോൾ റയന് ഏതായാലും ഈ ക്രിസ്മസ് ഡെക്കറേഷൻ എടുത്ത് താഴെ വെച്ചതോടുകൂടി തുമ്മൽ തുടങ്ങി. കാരണം ഇത് 1 വർഷം എന്നിട്ട് പൊടി പിടിച്ചിട്ടുണ്ടല്ലോ. നമ്മളുടെ സ്റ്റോറേജ് പ്ലേസിൽ മുകളിലെടുത്ത് വെച്ചേക്കണേ. ഇപ്പോൾ എല്ലാം അവൻ ഒറ്റക്കാണ് അത് എടുത്ത് താഴെ കൊണ്ടുവന്ന് വെച്ചത്. പിന്നെ കഴിഞ്ഞ തവണ നമ്മളുടെ സീരിയൽ ലൈറ്റുകളെല്ലാം ഞാൻ കോയിൽ ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, ഇതുപോലെ കാർഡ്ബോർഡിൻ്റെ ഓരോ പീസിൻ്റെ അകത്ത്. അപ്പോൾ അത് അന്നങ്ങനെ ചെയ്തപ്പോൾ പപ്പക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പപ്പക്ക് എപ്പോഴും വെറുതെ ഇങ്ങനെ വൈൻഡ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലൊക്കെ ഇട്ടിട്ട് വൈൻഡ് ചെയ്ത് വെക്കൂലേ, അങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഒതുങ്ങിയിരിക്കുമെന്ന് പറയും. പക്ഷേ ഇത് ഇങ്ങനെ ഒരു പീസ് കാർഡ്ബോർഡിൽ നമ്മളിങ്ങനെ
ഇത് വൈൻഡ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഴിച്ചെടുക്കാനും കെട്ടുപിടഞ്ഞാൽ പോകാതിരിക്കാനും ഒക്കെ എളുപ്പമാണ്. മറ്റേത് പപ്പ എടുക്കുമ്പോഴത്തേക്ക് എന്തായാലും കെട്ടുപിടയും, പിന്നെ അത് 1 മണിക്കൂർ ഇരുന്നിട്ട് കെട്ടഴിക്കും, അതൊക്കെയാണ് പരിപാടികൾ. പക്ഷെ പപ്പയുടേതായ ഒരു തീരുമാനങ്ങൾ, പപ്പക്ക് അതാണ് ഇഷ്ടം. എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഒരു എളുപ്പമാർഗ്ഗം കാണിച്ചു കൊടുത്ത പപ്പ അതൊരിക്കലും സ്വീകരിക്കില്ല. എങ്കിലും കഴിഞ്ഞ തവണ ഞാൻ നിർബന്ധമായും ഇതിങ്ങനെ ചെയ്തു വെച്ചാണ്. അപ്പോൾ ഇത് പൊട്ടിച്ചപ്പോൾ തന്നെ റയൻ പറഞ്ഞു ഇതുപോലെ ചുറ്റി വെച്ചത് ഉപകാരമായിട്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കൊരുപാട് സന്തോഷം തോന്നി. അവനെങ്കിലും അത് മനസ്സിലായില്ല എന്ന് വെച്ചിട്ട്. പപ്പയ്ക്ക് ഇപ്പോഴും അത് പപ്പ അത് ഉൾക്കൊള്ളൂല, എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ അതെല്ലാം അഴിച്ച് എടുത്ത് കെട്ടുപിടയാതെ തന്നെ നമുക്ക് അഴിച്ചെടുക്കാനൊക്കെ സാധിച്ച്, അങ്ങനെ അതെല്ലാം റയനും പപ്പയും കൂടി ഒന്ന് അതിൻ്റെ ചുറ്റും, ഭയങ്കര നീളമുള്ള സീരിയൽ ലൈറ്റാണ്. അപ്പോൾ അത് ഇതിൽ ബുദ്ധിമുട്ടാണ് ചുറ്റിയെടുക്കുക. ഒരൊറ്റെണ്ണം മതി അതിൽ ഇടാനായിട്ട്, ആ ഒരു ട്രീയിലിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഞാനും കൂടി ചെന്ന് അവരെ ഹെൽപ്പ് ചെയ്തൊക്കെ കൊടുത്ത് ലൈറ്റൊക്കെ ഇട്ട്, ഇനിയിപ്പോൾ അതിൻ്റെ ഓർണമെൻറ്റ്സ് കൂടിയിട്ട് തൂക്കണം അതിലേക്ക്. ഓർണമെൻറ്റ്സ് തൂക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, ഈ ലൈറ്റ് സെറ്റിംഗ് ഒക്കെയാണ് ഇത്തിരി പാട്. അപ്പോൾ അതൊക്കെ പപ്പ ചെയ്യും. പിന്നെ ഇനി നമ്മൾ പുറത്തേക്കുള്ള ലൈറ്റ് സെറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല, അത് സാവധാനം ചെയ്യുള്ളൂ. ഇത്രയും നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ദിവസത്തെ വെയിൽ കൊണ്ട് ക്രിസ്മസ് ആകുമ്പോൾ അതിൻ്റെയൊക്കെ കളറ് മാറിക്കിടക്കും. അതുകൊണ്ട് നമ്മൾ മിക്കവാറും ഒരു 20-ാം തീയതിയോട് കൂടിയേ ചെയ്യുള്ളൂ. ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് കല്യാണങ്ങളുണ്ട് 21-ാം തീയതി 27-ാം തീയതിയൊക്കെ. അപ്പോൾ അതിന് പോകണം. അപ്പോൾ ഇതൊക്കെ എപ്പോൾ ചെയ്യുമെന്നുള്ള എനിക്കറിയില്ല. പിന്നെ നമ്മൾക്ക് പള്ളിയിലെ ഒരുപാട് ഈ കരോളുകൾ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നേ. അപ്പോൾ അതിനുമൊക്കെ പോകണം. അതും ഈ ഒരു ദിവസങ്ങളിലൊക്കെ തന്നെയാണ്, 21, 22, 23 ദിവസങ്ങളിലൊക്കെ. നമ്മളുടെ വീട്ടിലെ ജോലികൾ എല്ലാം കൂടിയിട്ടില്ലേ ഒരു തിരക്ക് പിടിച്ചൊരു ക്രിസ്മസ് ആയിപ്പോയി. നമുക്കൊരു സ്വസ്ഥമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ക്രിസ്മസ് ആയിപ്പോയി. ക്രിസ്മസിൻ്റെ ആ ഒരു സന്തോഷം നമുക്കിങ്ങനെ കുറേ ദിവസം മുൻപ് ഇങ്ങനെ വരൂലേ, അത് അനുഭവിക്കാൻ പറ്റാത്ത തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് എന്തോ എനിക്കിത് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് അങ്ങോട്ട് ഇല്ലാതായി പോയ പോലത്തെ ഒരു തോന്നല. പിന്നെ എന്നുണ്ടെങ്കിൽ റയൻ ഇന്ന് പോകും നാളെ പോകും, ഇന്ന് പോകും നാളെ പോകും, അങ്ങനത്തെ അവസ്ഥയിൽ അവനും നിൽക്കുന്നത്. അങ്ങനെയാണ് ഷിപ്പിലെ കാര്യങ്ങൾ, അങ്ങനെയാണ്, നമുക്കൊന്നും പറയാൻ പറ്റൂല. അപ്പോൾ ഒക്ടോബർ 15-ാം തീയതി പോകേണ്ട റയൻ ഇപ്പോൾ ഇതുവരെയും നീണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇത്. അപ്പോൾ നമ്മൾക്ക് റയൻ ഇവിടെ ഉണ്ട് എങ്കിൽ തന്നെയും മനസ്സ് സ്വസ്ഥമല്ലാതെയാണ് നിൽക്കണത്. കാരണം ഇന്ന് വിളി വന്ന് നാളെ പോണ്ടി വരുമോ, മെഡിക്കലും കഴിഞ്ഞിട്ട് ഇപ്പം നിൽക്കണതല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഒരു അസ്വസ്ഥമായ ക്രിസ്മസ് എന്ന് പറയാം. അങ്ങനെ ആയിപ്പോയി ഇത്തവണത്തെ ക്രിസ്മസ്. കഴിഞ്ഞ തവണ റിച്ചാർഡ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു, ക്രിസ്മസ് ടൈമിൽ അവന് ക്ലാസ്സുകളുണ്ടായിരുന്നില്ല, അവൻ പോവുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നൊരു സമയമായിരുന്നു. അപ്പോൾ അതിൻ്റേതായൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. എങ്കിലും വലിയ കുഴപ്പമില്ല. റയനും റോജറും എല്ലാവരും ഉണ്ടായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ക്രിസ്മസ് തന്നെ ആയിരുന്നു. പിന്നെ റിച്ചാർഡ് അധികം എൻജോയ് ചെയ്തില്ല, അവൻ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ഇരുന്നേച്ച്. പക്ഷേ ഇത്തവണ റോജറാണെന്നുണ്ടെങ്കിലും ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേതിൻ്റെ പിറ്റേ ദിവസമോ ഒക്കെ പോകും എന്തായാലും. ജനുവരിയിലേക്ക് പോകാൻ, ജനുവരി 1 കഴിഞ്ഞിട്ട് പോകാം എന്ന് ഉള്ള ഒരു ആഗ്രഹമായിരുന്നു എനിക്ക്. പക്ഷേ അത് നടപടിയല്ല, അതിന് മുൻപ് തന്നെ ഇവിടെ നിന്ന് പോകണം. അപ്പം അവനും പോകും, എല്ലാവരും ഒക്കെ പോയി വീടൊഴിയല്ല എന്നുള്ളൊരു സങ്കടം എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ക്രിസ്മസാണിത്. അപ്പോൾ അത് ഈ സാധനങ്ങളൊക്കെ ഇരുന്നിട്ട് തമ്മിൽ ഒന്ന് ഇങ്ങനെ അതിൻ്റെ ആ വള്ളികളൊക്കെ തമ്മിൽ കൊളുത്തി പിടിച്ചേക്കണേ. അപ്പോൾ അത് ഇൻഡിവിജ്വലായിട്ട് പാക്ക് ചെയ്തിട്ട് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബബിൾ റാപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അതൊന്നും എൻ്റെ കയ്യിലില്ല. കഴിഞ്ഞ തവണ ഞാൻ അങ്ങനെ ഒന്നൊന്നായിട്ട് പാക്ക് ചെയ്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഇത്തവണ എല്ലാം കൂടി ഇട്ടിട്ടാണ് വെച്ചത്, അതിൻ്റെ കവറുകളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വളരെ സൂക്ഷിച്ചിങ്ങനെ ഓരോന്നേ എടുത്ത് ഇടണം. എല്ലാം തമ്മിൽ കൊളുത്തി കിടക്കണമായിരുന്നു. അങ്ങനെ ഞാൻ റയനും കൂടി അതെല്ലാം എടുത്തിട്ടത് ഒരുപാട് നമ്മൾ പല തവണയായിട്ട് മേടിച്ചു കൂട്ടിയ സാധനങ്ങളാണ് കേട്ടോ. അല്ലാതെ ഒറ്റ തവണ പോയിട്ട് എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കുക. അത് ഇപ്പോഴെന്നല്ല, പണ്ട് മുതലേ ഞാനങ്ങനെ എല്ലാ വർഷവും എന്തെങ്കിലും ഓരോ സാധനങ്ങളൊക്കെ മേടിക്കും. അതും ക്വാളിറ്റി ഉള്ളത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ കളറൊക്കെ പെട്ടെന്ന് പോകും. അപ്പം ഞാൻ തയ്ച്ച ഈ ക്രിസ്മസിൻ്റെ സ്കേർട്ട് കുറച്ചും കൂടി വലുതായിരിക്കണം കേട്ടോ, ഇതിൻ്റെ ഇരട്ടി വലിപ്പം വേണം. ഞാൻ ഓർക്കണമായിരുന്നു 2 കർട്ടൻ ഒന്നിച്ച് തയ്ച്ച് കൂട്ടിയിട്ട് അതിൽ നിന്ന് വലിയൊരു റൗണ്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് വലുതായി കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒരു കർട്ടൻ്റെത് നമുക്ക് ഇത്രയും വലുതായിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ അങ്ങനെ ആ സ്കേർട്ടും ഒക്കെ വെച്ച് പിന്നെ ഒരു കുഞ്ഞ് ട്രീ വേറെ ഉണ്ട്. എനിക്ക് ആ കുഞ്ഞ് ട്രീനെ അലങ്കരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇടത്തരം ഒരു ട്രീ ഉണ്ട്. ആ ട്രീ പുറത്തേക്ക് നമ്മൾ എടുത്തില്ല ഇത്തവണ. അത് വേണ്ടാന്ന് വിചാരിച്ച് ഇതൊക്കെ കൂടി അഴിച്ച് എടുക്കണ കാര്യം ഓർത്തിട്ടാണ് കേട്ടോ വെക്കാൻ മടിയായത്. ട്രീ ഒരെണ്ണം തന്നെ ഒരുപാടുണ്ട് ഇതിൽ ഇടണത്. പിന്നെ മറ്റേ ട്രീ കൂടി വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതും ഇതൊക്കെ കഴിയുമ്പോഴേക്ക് അഴിച്ചെടുക്കണേ. പിന്നെ അഴിച്ചെടുക്കുന്ന കാര്യം പപ്പക്ക് കൊടുത്താൽ മതി, ഒരു പ്രശ്നമില്ല. എല്ലാം നിമിഷ നേരം കൊണ്ട് അഴിച്ചെടുത്ത് കയ്യിൽ തരും. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ അലങ്കാരങ്ങൾ ഇടാനാണല്ലേ എപ്പോഴും സന്തോഷം. പക്ഷേ ഇവിടെ പപ്പ ക്രിസ്മസിൻ്റെ അലങ്കാരങ്ങൾ ഇടാനല്ല, അഴിക്കാൻ വേണ്ടിയിട്ട് പപ്പ ഏറ്റവും മുമ്പിലുണ്ടാവും. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ് ക്രിസ്മസിൻ്റെ ഇത് അഴിക്കണ സമയത്ത്. നമ്മൾ തളർന്നാണ് എല്ലാം ചെയ്യുക. പക്ഷേ പപ്പ ഭയങ്കര ഇൻട്രസ്റ്റിൽ എല്ലാം അഴിച്ചു മാറ്റും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു ജോലി കുറയും. നമ്മൾ ഒരു ഇമോഷണലായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ പപ്പയ്ക്കില്ല. ഞങ്ങൾക്കങ്ങനെ ഒരു ഇമോഷണലായിട്ടുള്ളൊരു ഇത് വരും, അയ്യോ കഴിഞ്ഞ്. എല്ലാവർക്കും അങ്ങനെയല്ലേ, ഇത് എന്താണ് കർട്ടൻ വീണ് എന്നുള്ള ആ ഒരു സങ്കടം വരും. അപ്പോൾ ഈ താഴെ ഇരിക്കുന്ന 3 പേരും കൂടി എന്തൊരു ഒച്ചപ്പെടാമെന്നറിയാമോ? അതായത് ആ പപ്പാഞ്ഞിയും ആ 2 കറങ്ങണ സാധനങ്ങളൊക്കെ ഇട്ടില്ലേ. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, ഒരു വീട്ടിൽ ട്രിപ്ലെസ് ബേബികളുണ്ടായാൽ 3 കൂടി ഒന്നിച്ച് കരഞ്ഞാൽ എന്താണ് അവസ്ഥ, അതേ അവസ്ഥയാണ് ഇതെല്ലാം കൂടി ഓൺ ചെയ്ത് വെച്ചാൽ ഈ വീട്ടിലെ അവസ്ഥ. അതൊക്കെ ഞാനിങ്ങനെ ഇതിൻ്റെ ചോട്ടിൽ വെക്കാൻ മേടിച്ചതല്ല കേട്ടോ. അത് നമ്മൾ ടേബിൾ അറേഞ്ച് ചെയ്യുമ്പോഴൊക്കെ അങ്ങോട്ട് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ മേടിച്ചതാണ്. ഇത് ജനുവരിയുടെ തലേദിവസം നമ്മൾ ടേബിൾ അറേഞ്ച് ചെയ്യില്ലേ, അപ്പോൾ അതിൽ വെക്കാനൊക്കെ ആയിട്ട് മേടിച്ചേക്കണമല്ല, അത് ഇതിൻ്റെ ചോട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടല്ലേ. എങ്കിലും തൽക്കാലം ഇതിങ്ങനെ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതേയുള്ളൂ. ഇപ്പം നമ്മൾ ടേബിളൊന്നും സെറ്റ് ചെയ്യൂലല്ലോ, ആ ജനുവരിയുടെ തലേദിവസമേ ടേബിൾ സെറ്റ് ചെയ്യുള്ളൂ. ആ സമയത്തൊക്കെ വെക്കാമെന്ന് വെച്ച്. പിന്നെ ഈ ഒരു സാധനത്തിൽ കുറച്ച് അലങ്കാരങ്ങൾ ചെയ്യണമല്ലോ. അപ്പം നമ്മളിത് ആദ്യം തന്നെ ഈ പച്ച ഇവിടെ കൊണ്ടുവന്ന് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലുള്ള ഈ പറഞ്ഞ പോലെ ഇടക്കിടക്ക് മേടിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് അറേഞ്ച് ചെയ്തിട്ടാ നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ മീതയിൽ കൊണ്ടുവന്നിട്ട് ഒരു സീരിയൽ ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഭംഗി പോയാന്ന് എനിക്കൊരു സംശയം തോന്നിയെങ്കിലും ഇത്തിരി വെളിച്ചം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സീരിയൽ ലൈറ്റ് ഇട്ടു. അപ്പോൾ നമ്മുടെ റൂബിക്കില്ലേ ഭയങ്കര വിഷമമാണ് കേട്ടോ. ഞാനിങ്ങനെ എന്തെങ്കിലും ജോലികളിൽ വ്യാപൃതയായി എന്ന് കണ്ടു കഴിഞ്ഞാൽ റൂബി പിന്നെ തളർന്ന് അവശതയായിട്ട് അവിടെ ഇരിപ്പാണ്. മമ്മി ഇപ്പോഴൊന്നും വരൂലല്ല എന്നുള്ള ഭയങ്കരമായ വിഷമമാണ് നമ്മുടെ റൂബി കുഞ്ഞിനുള്ളത്. അപ്പോൾ അങ്ങനെ വിഷമിച്ച് ഞാൻ നടക്കുന്ന പുറകേ നടക്കണേ, എന്നൊന്ന് എടുക്കുമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ആണ് റൂബിയുടെ അവസ്ഥ. അപ്പോൾ റയനെ കൊണ്ട് ഞാൻ ഓരോന്ന് അങ്ങനെ കെട്ടി വെക്കാനുള്ളതും പിന്നെ തൂക്കിയിടുന്ന ടൈപ്പും ഒക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം ഇതേലിങ്ങനെ ഒരു നമ്മൾ ഇപ്പോൾ ഗ്ലൂ ഗൺ വെച്ചെന്തെങ്കിലും ഒട്ടിച്ച് വെക്കുമ്പോഴാണ് ഇതിനൊരു ഭംഗിയുള്ളത്. അപ്പോൾ റായം കുറച്ച് ഹാങ് ചെയ്യാനുള്ള പോലെ ഇങ്ങനെ ക്രിസ്മസ് ട്രീമിൽ ഇടുന്ന ടൈപ്പ് അത് അങ്ങനെ തന്നെ അതേൽ ഹാങ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അത് ക്രിസ്മസ് ട്രീയിലാണ് ഇങ്ങനെ ഹാങ് ചെയ്തിടുന്നത്. ഇതേലിങ്ങനെ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പോലെ വെക്കണതാണ് ഭംഗി എന്നൊക്കെ ഞാൻ പറയാനുണ്ട്. അപ്പോൾ അവൻ അത് ഇനിയിപ്പോൾ ഗ്ലൂ ഗൺ എടുത്തുകൊണ്ട് വരണ്ടേ, അതുകൊണ്ട് ഇതിങ്ങനെ വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നേ സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലിവിങ് റൂമിൻ്റെ ഒരു ആർച്ചിൻ്റെ മുകളിൽ ഇതുപോലെ പച്ച ഇത് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ബോൾസ് നീളത്തിൽ തൂക്കി താഴേക്ക് ഇങ്ങനെ ഇടാനായിരുന്നു ഇഷ്ടം. പക്ഷെ അതൊന്നും നടപടിയായില്ല. അപ്പോൾ അങ്ങനെ നീളത്തിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ട് റിബണും നമ്മുടെ സാറ്റിൻ റിബണും ബോൾസും ഒക്കെ ഞാൻ ഗോൾഡനും റെഡുമായിട്ടൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അത് ഇതുവരെ ചെയ്തിട്ടില്ല. പപ്പയുടെ ഞാൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ പപ്പക്കും വലിയ ഐഡിയ ഒന്നുമില്ല, ഇതുപോലെ ഈ ഡെക്കറേഷൻ പരിപാടിക്കൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല, കുട്ടികൾക്കും ഇല്ല ഒരു ഐഡിയ. അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ആളില്ല. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അത് വലിയ ഒരു ബുദ്ധിമുട്ടാവും. ഒന്നാമത് എനിക്ക് ഹൈറ്റില്ല, ഏണിയുടെ മീതിലൊക്കെ കയറി നിന്ന് തലയും കുത്തി താഴെ വീഴാൻ കൊള്ളാം ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു അകത്ത ആ ഒരു ഡെക്കറേഷന് ആരും ഒന്നും ചെയ്ത് തരാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ മേടിച്ച് വെച്ച ബോൾ അങ്ങനെ എടുത്ത് മാറ്റി വെച്ചേക്കണമെന്ന് വേണം പറയാനായിട്ട്. ഗോൾഡൻ ബോളും 12 ഗോൾഡൻ ബോളുകളും 12 റെഡ് ബോളുകളും നല്ല ഭംഗി അത് കാണാനായിട്ട്. പക്ഷേ അതൊക്കെ എവിടെ ഇട്ടു എന്ന് മാത്രം അറിയാൻ പാടില്ല. എനിക്ക് തോന്നുന്നത് അത് അങ്ങനെ തന്നെ മാറ്റി വെക്കേണ്ടി വരും ഇത്തവണയെന്ന് തോന്നുന്നുണ്ട്. കാരണം നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഓർണമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഹാങ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ അത് മേടിച്ചത്. സാറ്റിൻ റിബണിൽ നല്ല നീളത്തിൽ കെട്ടി ഇങ്ങനെ ആർച്ചിൻ്റെ മുകളിൽ നിന്ന് താഴേക്കിടുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ അതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് നല്ല തിരക്കിൻ്റെ ഒരു സമയവും ആയതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ല, ആരും സഹകരിക്കുന്നില്ല. ഇപ്പോൾ പപ്പതേ
നടു വേദനയായിട്ട് അങ്ങനെ മാറിയിരിക്കണേണ് ഓരോന്ന് ചെയ്ത് ഇനിയിപ്പോൾ പിള്ളേരാണെങ്കിൽ ഇത് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒരു ഷവർമ എന്തോ റോൾ എന്തൊക്കെയോ മേടിച്ചൊക്കെ കഴിക്കുന്നുണ്ട്. ഞാനതൊന്നും നോക്കിയില്ല, കാരണം എനിക്കിതൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി വെക്കണം. ബാക്കിയുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞ ബോൾസ് കണ്ട്, അതിനകത്തുനിന്ന് ഒരു 2 വെച്ച് എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാം അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ റീത്താണെങ്കിൽ ഒരു 3-4 റീത്ത് അങ്ങനെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ എവിടെ വെക്കുമെന്ന് അറിയാൻ പാടില്ല. പിന്നെ ഇതെല്ലാം മാറ്റി പപ്പക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ മുറിയുടെ അകത്ത് അത് കിടക്കണമെന്ന് ഇഷ്ടമല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ പുള്ളി അത് മാറ്റാനായിട്ട് പുള്ളി തന്നെ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പോൾ മാറ്റല്ലേ, ഞാൻ വെക്കുക, കാരണം വെച്ച സ്ഥലത്ത് വീണ്ടും വീണ്ടും എടുക്കണമെങ്കിൽ അത് ഞാൻ തന്നെ വെക്കണം. അപ്പോൾ എനിക്കൊരു ഓർമ്മയുണ്ടാവും ഇന്ന സ്ഥലത്ത് ഇന്നത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ പെട്ടികളും എല്ലാം കൂടി കൊണ്ടുപോയിട്ട് ബാക്കിൽ ഇട്ടിട്ടുണ്ട്. ക്രിബ് സെറ്റ് ചെയ്തിട്ടില്ലല്ലോ, അതിൻ്റെ സാധനങ്ങളെല്ലാം ബാക്കിൽ നമ്മളുടെ വർക്ക് ഏരിയയിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അവിടെയും കൊണ്ടുപോയിട്ട് ആകെപ്പാടെ നിറഞ്ഞ് കിടക്കണേണ്. അതും പപ്പക്കൊട്ടും ഇഷ്ടമല്ല അങ്ങനെയൊക്കെ കിടക്കണത്. എങ്കിലും രക്ഷയില്ല, ക്രിസ്മസ് കഴിഞ്ഞവർ ആ സാധനങ്ങളെല്ലാം വർക്ക് ഏരിയയിൽ തന്നെ അതിൻ്റെ ബോക്സുകൾ തിരിച്ച് നമുക്ക് കയറ്റാനും കൂടി ഉള്ളതല്ലേ അതിനകത്തേക്ക്. അപ്പോൾ അതൊന്നും കളയാൻ പാടില്ല. അപ്പോൾ അതെല്ലാം പൊക്കിക്കൊണ്ടുപോയി അവിടെ ഇട്ട് ആ ക്രിസ്മസിൻ്റെ ട്രീയുടെ അടിയിൽ വേഗം ഒന്ന് തുടച്ച്, അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ട്രീയുടെ സ്കേർട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇട്ടത്. പിന്നെ ഈ സാധനങ്ങളെല്ലാം പൊക്കി അപ്പുറത്തുകൊണ്ട് വെച്ചതിന് ശേഷം പെരക്കകം ഞാൻ അടിച്ച് തുടച്ച് വൃത്തിയാക്കി. കാരണം പൊടിയായി, ഒരുപാട് പൊടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പെരക്കകം അടിച്ച് വൃത്തിയാക്കി. ഇതെല്ലാം ഒരു പണിയാണ് കേട്ടോ. എല്ലാം കൂടി ചെയ്യുമ്പോൾ ഭയങ്കര ഭാരമാണ്. അതിൻ്റെ ഇടയിൽ കേക്ക് ഉണ്ടാക്കൽ ഇതെല്ലാം വരുന്നുണ്ട്. പിന്നെ ഈ കുഞ്ഞ് ട്രീ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ട്രീ. ആ കുഞ്ഞു ട്രീക്ക് ഒരു കുഞ്ഞ് സ്കേർട്ട് ഞാൻ കഴിഞ്ഞ വർഷം തന്നെ തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇടിയിച്ച്. അങ്ങനെ ഒരു കണക്കിന് ഡെക്കറേഷൻസൊക്കെ ഒരുവിധം തീർത്ത് ഇനി പുറത്ത് സ്റ്റാർ ഇടൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ആ 3 സാധനങ്ങളിങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ട് എല്ലാത്തിൻ്റെയും കരച്ചിൽ കേട്ടില്ല അല്ലേ. കൊച്ചു പിള്ളേർ കിടന്ന് കരയണ പോലെ കിടന്ന് ബഹളമാണ്. ഒരെണ്ണമാണെന്നുണ്ടെങ്കിൽ അതേ ഒരു സ്വരം മാത്രമേ. ഇതിപ്പോൾ 3 തരത്തിലുള്ള മ്യൂസിക് ഇങ്ങനെ ഇടകലർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ഇട്ട് നാളെ വീണ്ടും കാണാം. താങ്ക്